മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കുമൊട്ടില്ല താനും. നമസ്കാരം, എൻ്റെ പേര് മരിയ ജിബിറ്റ്. ആദ്യമേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ പ്രധാനിയായ ഇഞ്ചിത്തൈരാണ്. വളരെ ലളിതവും കുറച്ച് ചേരുവകൾ കൊണ്ട് എത്ര പാചകം അറിയാത്തവർക്കും വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ് ഇഞ്ചിത്തൈര്. എത്ര വലിയ സദ്യയെ ദഹിപ്പിക്കാൻ കഴിവുള്ളതിനാലാണ് ഇഞ്ചിക്ക് സദ്യയിൽ വളരെയധികം പ്രാധാന്യമുള്ളത്. കറികളിൽ ഇഞ്ചിയുടെ രൂപത്തിലും പായസത്തിലും ശർക്കര വരട്ടിയിലും ചുക്കിൻ്റെ രൂപത്തിലുമാണ് നാം ഇഞ്ചി ഉപയോഗിച്ച് വരുന്നത്. ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്നതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചിത്തൈര് ഉണ്ടാക്കാൻ പുതിയ അധികം പുളിയില്ലാത്ത കട്ടത്തൈര്, ഒരു തണ്ട് കറിവേപ്പില, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇതുകൂടാതെ കടുക് പൊട്ടിക്കാനായി കടുക്, ചെറുതായി അരിഞ്ഞു വെച്ച സവോള, എണ്ണ എന്നിവയും ആവശ്യമാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് കൊത്തി അരിഞ്ഞതാണ്. എത്രയും ചെറുതാക്കാൻ കഴിയുമോ അത്രയും ചെറുതാക്കുന്നതാണ് നല്ലത്. ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് 1 കപ്പ്, നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് തൈരിൻ്റെ അളവിലാണ് ഞാനിന്നിവിടെ ഇഞ്ചി തൈര് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനായി നമുക്കൊരു ബൗളിലേക്ക് ആദ്യമേ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഈ ഇഞ്ചിയും പച്ചമുളകും കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പിടാം. ഉപ്പിൻ്റെ കൂടെ ഞാൻ കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടാണ് ഇടുന്നത്. അതിൻ്റെ ആ ഒരു മണവും രുചിയും ഗുണവും ഒക്കെ നന്നായി ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ മുറിച്ചിടുന്നത്. നിങ്ങൾക്ക് മുഴുവനായിട്ടിടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ഇടാം. ഇനി ഈ ഇഞ്ചി, മുളക്, ഉപ്പ്, കറിവേപ്പില എന്നിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഇതെല്ലായിടത്തും ഒരുപോലെ പിടിക്കാൻ എളുപ്പം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് നമുക്ക് മൂടി വെക്കണം. ഇതൊരു 15 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഈ ഇഞ്ചിയുടെ എരിവും ആ ഒരു ഗ്യാസ് ഫ്ലേവറും അതുപോലെ തന്നെ മുളകിൻ്റെ എരിവും ഉപ്പും കറിവേപ്പിലയുടെ രുചിയും ഗുണവും മണവുമെല്ലാം ഇതിലേക്ക് ഒരുപോലെ മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ മൂടി വെക്കുന്നത്. ഇനി 15 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തൈര് ആഡ് ചെയ്യാം. നിങ്ങളുടെ വീടുകളിൽ എത്ര മെമ്പേഴ്സാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും നിങ്ങളുടെ പാകത്തിന് എരിവും ഒക്കെ ഇടാവുന്നതാണ്. കൂടുതൽ എരിവുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് 1 പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഒരുപാട് എരിവ് പ്രിഫർ ചെയ്യാത്തത് കൊണ്ടാണ് 3 പച്ചമുളക് മാത്രമായിട്ടിട്ടിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ തന്നെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് കടുക് താളിച്ച് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് കടുക് താളിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കടുക് താളിച്ചിടുന്നുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ശേഷം കുഞ്ഞതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക. ചുവന്നുള്ളിയാണ് നല്ലത്, ഇല്ലെങ്കിൽ സവാളയാണെങ്കിലും ഇടാം. കുറച്ച് കറിവേപ്പില. ഇതൊന്ന് മിക്സ് ചെയ്യുക. മൂത്ത് വന്നതിന് ശേഷം കടുക്, പൊട്ടിച്ച കടുക്, ഇഞ്ചിത്തൈര് ഇതിലേക്ക് മാറ്റുക. പിന്നീട് എടുത്തുപയോഗിക്കാൻ നേരം മിക്സ് ചെയ്ത് നമുക്ക് സദ്യക്ക് വിളമ്പാം. അപ്പോൾ വളരെ സിമ്പിളും 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുമായ ഇഞ്ചിത്തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾ ഇതുവരെ ഇഞ്ചിത്തൈര് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു.